സെഷൻ കൂടെ ആയാലേ അതിനൊരു പൂർണ്ണത വരുള്ളൂ അല്ലേ ചേട്ടാ? അതെ, തീർച്ചയായും. നമ്മുടെ ഈ സായാഹ്നം അതിന്റെ പരിസമാപ്തിയിൽ എത്തണമെങ്കിൽ തികച്ചും സംഗീതം ആവശ്യമാണ്. അപ്പോൾ ഈ സംഗീതം നമ്മുടെ ഈ വളരെ ഓർഗനൈസ്ഡ് ആയ ഒരു ഷോയാണ്. അതിൽ 5 വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ സംഗീത പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് വിത്ത് ഫിലോസഫി, പിന്നെ നേച്ചർ, പിന്നെ അതുപോലെ ദുഃഖഗാനം, പിന്നെ റൊമാൻറ്റിക് സോങ്സ്. അപ്പോൾ ഈ 4 വിഭാഗങ്ങളാണ്. ആദ്യം ഫിലോസഫിയുടെ ഗാനങ്ങളാണ്. ഓരോ സെക്ഷൻ്റെയും അവതരണത്തിന് ശേഷം സാർ ഒരു 2 മിനിറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അധികം സമയം കളയാതെ അല്ലേ? നമ്മുടെ ഈ മ്യൂസിക്കൽ സെഷന്റെ പേര് സന്ധ്യമയങ്ങും നേരം.
മൺവന്തരങ്ങൾ ജനിച്ചു മരിക്കുമി മൺമതിൽ തേട്ടിനുമുകളിൽ നിൻ പ്രിയ മാനസപുത്രികൾ ഇടംബലം നിൽക്കും പേരിൽ സൗരയുഗങ്ങളിൽ നീ വന്നു വിതയ്ക്കും സൗരഭ്യമെന്നൊരു സൗരഭ്യം വസന്തങ്ങൾ ഒഴിഞ്ഞാലും ഈ സൗരഭ്യം എനിക്കു മാത്രം എനിക്കു മാത്രം എനിക്കു മാത്രം പ്രളയമയോധിയിൽ ഉറങ്ങിയുടന്നൊരു പ്രഭാതമയൂതമേ താരമേ പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ല
എത്ര കേട്ടാലും മതിവരാത്ത അതിമനോഹരമായ ഗാനങ്ങളല്ലേ? അതെ, തീർച്ചയായും. എന്താ പറയുക, തത്വശാസ്ത്രത്തിന്റെ നിരവധി ഏടുകൾ ഇങ്ങനെ വാരി വിതറുകയാണ്. ശരത് സാറ് കേൾക്കാമോ? ഇപ്പൊ കേൾക്കുന്നേ? ഹലോ, കേൾക്കാമോ? അപ്പോൾ ഈ തത്വശാസ്ത്രത്തിന്റെ പല ഏടുകൾ ഇങ്ങനെ വാരി വിതറുകയാണ് കവിതകളിലൂടെ. ശരത് സാറിനെ ഒന്ന്, കാരണം ഈ തത്വശാസ്ത്രത്തിന്റെ സെഗ്മെന്റില് നമ്മൾ ഒരുപാട് ഗാനങ്ങൾ കേട്ടു. അപ്പൊ
അപ്പോൾ അതിന് നമ്മുടെ ഈ ആദ്യത്തെ ഗാനമുണ്ടല്ലോ, പത്മതീർത്ഥമേ ഉണരുമെന്ന്, സാറിന് എന്തെങ്കിലും അതിനെക്കുറിച്ചൊന്ന് പറയാനുണ്ടെങ്കിൽ നന്നായി. ആദ്യം എല്ലാവർക്കും നമസ്കാരം കേട്ടോ. കാര്യം ഈ ഒരാൾ പാടണമെങ്കിൽ ഇത്രയും പേര് കൂടെ ഉണ്ടെങ്കിൽ ആ പാട്ട് ശരിയാവുള്ളൂ. ശ്രുതി ഒന്ന് മാറ്റിയാൽ നമ്മളൊക്കെ പാഴായി പോകും അല്ലേ. പത്മതീർത്ഥമേ ഉണരൂ എന്നുള്ള പാട്ട് കേട്ടാൽ എൻ്റെ പ്രാർത്ഥനാ ഗാനമാണ് കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യമായി ഉദിച്ചു വരുന്ന സൂര്യന് ഒരു സ്വാഗതം പറയുകയാണ്. കാര്യം സൂര്യനാണല്ലോ നമ്മുടെ ജീവൻ. അഗ്നിരഥത്തിൽ ഉദിക്കും ഉഷസ്സിന് അർഘ്യം നൽകും. അർഘ്യം പൂജയ്ക്കുള്ള ജലം എന്നാണ്. കൈക്കുമ്പിൾ കോരിയിട്ട് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമെന്ന് പറയില്ലേ, അതുപോലെ. പിന്നെ വേണമെങ്കിൽ ഗന്ധർവസ്വരഗംഗ ഒഴുക്കൂ, ഗായത്രി വേണമെങ്കിൽ ഒരു മീറ്റർ, ഗായത്രി മീറ്ററാണ്. ഒരു നല്ല താളത്തിൽ താളം തെറ്റാണ്ട് ഒരു പാട്ട് പാടി സ്വീകരിച്ചു. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭക്തി കേൾക്കാമോ? ഇല്ല, എന്താ കുറഞ്ഞു ശബ്ദം? അങ്ങോട്ട് കേൾക്കാമോ? കേൾക്കുമ്പോൾ തുടക്കത്തിലൊരു ഭക്തിഗാനം അവിടെ തോന്നും. കാര്യം അത് ഗായത്രി എന്നുള്ള സിനിമയിലും കൂടെയാണ്. പക്ഷേ അതൊരു വിപ്ലവഗാനാണ്. എന്തിനാണ് മനസ്സാകുന്ന പത്മതീർത്ഥം ഉണരുന്നത്? പത്മതീർത്ഥമേ ഉണരൂ മാനസ പത്മതീർത്ഥമേ. നമ്മൾ ആദ്യം കേൾക്കുമ്പോഴത്തേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ തീർത്ഥക്കുളമായിട്ട് നമുക്ക് തോന്നും. അപ്പം അത് പിന്നെയാണ് മനസ്സിലാകുന്നത്. പ്രഭാത കിരണം നെറ്റിയിലണിയും പ്രാസാദങ്ങൾക്കുള്ളിൽ. സൂര്യൻ ഉദിച്ചു വരുമ്പം ഗോപുരത്തിലായിരിക്കും ആദ്യത്തെ പിന്നെ രശ്മി വരുന്നത്, മുകളിലായിരിക്കും അത്. അപ്പം പ്രാസാദം ഗോപുരമാണ്, ശ്രീകോവിലുമാകാം. അപ്പം പ്രഭാത കിരണം നെറ്റിയിലണിയും പ്രാസാദങ്ങൾക്കുള്ളിൽ. ഈ കഥ മാറുക. സഹസ്രനാമം കേട്ടുമയങ്ങും സാളഗ്രാമങ്ങൾ. വിഷ്ണുശിലയാണ് സാളഗ്രാമം. ഈ ആവർത്തനം നമുക്ക് ആർക്കും മടുക്കുന്നതാണല്ലോ ആവർത്തനം. കുറേ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് കേട്ട് കേട്ട് മടുത്തു എന്ന് പറഞ്ഞ പോലെ ഈ ആവർത്തന മന്ത്രം കേട്ട് മടുത്ത് കിടക്കുന്ന സഹസ്രനാമം കേട്ട് മയങ്ങുകയാണ്, ഉണരുകയല്ല. രാവിലെയാണ്, പ്രഭാതമാണ് കേട്ടോ. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് സാളഗ്രാമം കേട്ട് മയങ്ങുകയാണ്. സാളഗ്രാമങ്ങൾ, അതിൽ അടിമ കിടത്തിയ ഭാരത പൗരൻ. ഇത് മടുത്ത് കിടക്കുന്ന സാളഗ്രാമത്തിൽ അടിമ കിടക്കുന്ന ആ ഭാരത പൗരൻ ഉണരാൻ, പുതിയൊരു പുരുഷാർത്ഥത്തിനെ യാഗപ്പുരകളിൽ വച്ച് വളർത്താൻ, അതിനുവേണ്ടിയാണ് മനസ്സാകുന്ന പത്മതീർത്ഥത്തിൽ ഉണരാൻ പറയുന്നത്. നമുക്ക് പുരുഷാർത്ഥം എന്ന് പറയുന്നത് 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ ധർമ്മത്തിലൂടെ അർത്ഥവും സമ്പാദിക്കുക, ആ ധർമാർത്ഥത്തിലൂടെ കാമം നേടുക, അങ്ങനെ ധർമാർത്ഥ കാമങ്ങളിലൂടെ മോക്ഷം നേടുക. ഇതാണ് നമ്മുടെ പുരുഷാർത്ഥം. ആ പുരുഷാർത്ഥം ഇപ്പം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ധർമ്മം അധർമ്മമായി, അർത്ഥം അനർത്ഥമായി, കാമം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എവിടെ മോക്ഷം? അപ്പം അതിന് പകരം പുതിയൊരു പുരുഷാർത്ഥത്തിനെ യാഗപ്പുരകളിൽ വച്ച് വളർത്താൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടി മനസ്സാകുന്ന പത്മതീർത്ഥമേ ഉണരൂ. അതാണ് അതിൻ്റെ ഒരു ബേസിക് അർത്ഥം. മനസ്സാണ് പത്മതീർത്ഥം, മനസ്സാണ്. താങ്ക് യു സാർ. നമ്മുടെ അടുത്ത സെഗ്മെന്റ് പ്രകൃതിയെക്കുറിച്ചുള്ളതാണ് അല്ലേ? അതെ, നേച്ചർ സോങ്സ് ആണ് അടുത്തത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് റൗണ്ട്. സ്വപ്നങ്ങളൊക്കെ ഉണ്ട് പറയാനായിട്ട്. ഞാൻ എന്ന ഭാവങ്ങൾ, അത് നമ്മൾ ജീവിതത്തിലൊരു പാടും കേട്ടോ. അഹങ്കാരം, ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃത യുഗം, പണ്ട് കാലത്തെ അഹങ്കാരത്തിൻ്റെ മുഖച്ഛായയാണ്. തീരത്ത് മത്സരിച്ച് മരിക്കും. ഒരു തിര വരും, ഞാൻ വലുതാണെന്ന് വിചാരിക്കും, താന്നു പോയേ പറ്റൂ. തീരത്ത് മത്സരിച്ച് മരിക്കും ഈ തിരകളും നിങ്ങളും ഒരാര് അഹങ്കാരവും. അതിന് 2 ഉദാഹരണം പറഞ്ഞിരിക്കുന്ന. ഒരു ഉദാഹരണമാണ് സൂര്യൻ. ആകാശഗോപുരത്തിൻ മുകളിൽ ഉദിച്ചൊരു ആദിത്യ ബിംബവിത കടലിൽ മുങ്ങി പോകാണ്ട് നിർത്തിയില്ല. സൂര്യനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 1000 ഉറുമികൾ ഊരി വീശി. അമ്പരം ആകാശമാണ്. അമ്പരപ്പടവിന് മതിലൊക്കെ കെട്ടി ഇതെല്ലാം എൻ്റേതാണ് എന്ന് പറഞ്ഞു പോയ സൂര്യൻ പകൽവാണ് പെരുമാളിൻ
രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. 60 നാഴികയാണ് ഒരു ദിവസം, രാത്രിയും പകലും. 24 മണിക്കൂറിച്ച് 60 നാഴിക, അതിൽ 30 നാഴിക പകൽ, 30 നാഴിക രാത്രി, അതിൽ 15 ഉച്ച വരെ ഉള്ളൂ ഉയർച്ച. അത് കഴിഞ്ഞാൽ താണു പോയി വരും. സൂര്യന് വരെ അതാണ്. അതുകൊണ്ട് അഹങ്കരിക്കരുത്. സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം 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 അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ടമണ്ഡല ശില്പി അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ടമണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ നിന്റെ നാലുകെട്ടിന്റെ പടിപ്പുറമുത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിച്ചോട്ടെ. ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം 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 കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരികിലൂടെ കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലുതുക്കുകളിലൂടെ കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരികിലൂടെ കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലുതുക്കുകളിലൂടെ തനിച്ചു വരും താരുണ്യമേ എനിക്കുള്ള പ്രതിഫലമാണോ നിന്റെ നാണം നിന്റെ നാണം സന്ധ്യമയെന്നും നേരം ഗ്രാമചന്ത തിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ വന്നു ഓ സന്ധ്യമയങ്ങും നേരം
ഹരിതയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? പുഷ്പങ്ങളുണ്ടോ? സ്വർണ്ണമരാളങ്ങളുണ്ടോ? എല്ലാ കാലത്തും എല്ലാ മാനവികതയുടെ എല്ലാ മുഖങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളാണ് ഈ സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. സാറിന് അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇതിൽ പ്രത്യേകിച്ച് ഈ ചന്ദ്രകളഭം ചാർത്തി എന്ന് പറയുന്ന ഇവിടുന്ന് പറഞ്ഞോട്ടെ. പ്രധാനമായിട്ട് ആദ്യം പാടിയ പാട്ട് നീലഗിരിയുടെ സഹികളെ, അതൊരു കടമയാണ് കേട്ടോ, ഓർക്കുക. നമ്മൾ ഗുഡ് മോർണിംഗ് എല്ലാവരും പറയുമല്ലോ, വെറുതെ ആണെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് എടുത്തിട്ട് ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ് പറഞ്ഞ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഓഫീസർ, അയാളോട് ഒരാൾ മാത്രമേ ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും പറയുള്ളൂ. ആ കമ്പനി എന്ന് ചോദിച്ചാൽ മീറ്റ് ഫാക്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗും പറയുന്നുണ്ട്. ഇയാളെ ശ്രദ്ധിക്കും വരുന്ന ആളെ. ഒരു ദിവസം ഒരു ഗുഡ് മോർണിംഗ് കേട്ടു, പക്ഷേ ഗുഡ് ഈവനിങ് കേട്ടില്ല. കമ്പനി അടച്ചു. അപ്പോൾ ഈ ഗുഡ് ഈവനിങ് കേൾക്കാത്തതുകൊണ്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് അലശി ആൾ പുറത്തിറങ്ങിയിട്ടില്ലേ. അപ്പം പുറത്ത് ഇറങ്ങാൻ ചെന്ന് നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നോക്കുമ്പോൾ ഫ്രീസിങ് യൂണിറ്റിൽ ഈ മനുഷ്യൻ കയറിയിട്ട് ഡോറിളക്കി പോയി, അവിടെ മരിക്കാനായിട്ട് കിടക്കുക. അപ്പോൾ പെട്ടെന്ന് അവിടെ ചെന്ന് രക്ഷിച്ചു. അപ്പോൾ ഒരു ഗുഡ് മോർണിംഗിന് ഒരു ഗുഡ് ഈവനിങ്ങിന് ഭയങ്കര വിലയുണ്ട്. സുപ്രഭാതം, നീലഗിരിയുടെ സഖികളെ, അതിനകത്ത് രണ്ട് കടമയുണ്ട് നമുക്ക് കേട്ടോ. അഞ്ജനക്കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ടമണ്ഡല ശില്പി. പ്രപഞ്ചം ആരാണ് നിർമ്മാണം തുടങ്ങിയത്? എൻജിനീയേഴ്സിനുള്ള കേട്ടോ. എൻജിനീയേഴ്സ് കാണുമല്ലോ അല്ലേ, നമ്മളെല്ലാവരും അതെ. അപ്പം എല്ലാവരും നമ്മൾ വീഡിയോ വയ്ക്കുന്നില്ല. കറുത്ത കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ടമണ്ഡല ശില്പി. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇപ്പം നിർമ്മാണം നടക്കുക. നിൻ്റെ 4 കെട്ടിൻ്റെ സൗത്ത് നോർത്ത് 4 കെട്ട് പഠിപ്പുര മുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. അപ്പോൾ നമുക്കൊരു കടമയുണ്ട്, ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമാകണം നമ്മൾ. അതൊരു കടമ. അടുത്തത് 1000 താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി. വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന 2 ഋതുക്കളാണ്. വസന്തം ആദ്യത്തത്, അവസാനത്ത് ശിശിരം. വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ, നിൻ്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടി ചൊടിച്ചോട്ടെ. പണിയണം, പണിയുന്നതിൻ്റെ ഭാഗമാവണം, സൗന്ദര്യത്തിനെ അംഗീകരിക്കണം. അതാണ് ആ പാട്ട് കേട്ടോ, നീലഗിരിയുടെ സഖികളെ. നേച്ചറിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കടമയാണ് അത് രണ്ടുപേരുടെ. സൗന്ദര്യത്തിനെ ഉൾക്കൊള്ളുകയും വേണം,
ഇപ്പോൾ ഒന്നാമത് യന്ത്രത്തിൻ്റെ ലോകമല്ലേ, എന്ത് സൗന്ദര്യമല്ലേ. പെണ്ണുങ്ങളാണെങ്കിൽ ഒരുങ്ങി നടക്കുക, ആരും ഒട്ട് കാണുന്നുമില്ല. എന്ത് കഷ്ടമെന്നറിയാം. സൗന്ദര്യത്തിനെ അംഗീകരിക്കാൻ ആൺമനസ്സുണ്ടെങ്കിൽ പെണ്ണിത്ര ഒരുങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ രണ്ടും വേണം. നിർമ്മാണത്തിന് പ്രപഞ്ച നിർമ്മാണത്തിൽ നമ്മൾ ഭാഗമാകണം, പ്രപഞ്ച സൗന്ദര്യത്തെയും ആസ്വദിക്കാൻ മനസ്സുണ്ടാവണം. അതാണ് ആ പാട്ട്. ബാക്കിയെല്ലാം ഇനി പറയണോ? മതിയല്ലോ, സമയമില്ല. താങ്ക് യു സർ. നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. അത് വളരെ സ്ഥായീ ഭാവമാണ്. നമുക്കെല്ലാം ഉള്ള ദുഃഖം, അതാണല്ലോ അടിസ്ഥാനമായ ഭാവം. ദുഃഖം, വിഷാദം അതുമായി ബന്ധപ്പെട്ടതാണ്. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. നിറഞ്ഞ മാറിലെ ആദ്യ നക്ഷത്രം മറയ്ക്കുവാനേ കഴിയൂ. കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ. സുമംഗലി നീ വിപഞ്ചികയാകാൻ കൊതിച്ചു. ആ
സുധാരയിൽ എൻ്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു സഗഗനം എൻ്റെ മോഹങ്ങൾ മരിച്ചു നിന്റെ ദുഃഖാർദ്രമാം മൂകാസുധാരയിൽ എൻ്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു സഗഗനം എൻ്റെ മോഹങ്ങൾ മരിച്ചു നിന്റെ മനസ്സിൻ്റെ തീക്കനൽ കണ്ണിൽ വീണെൻ്റെ പൂക്കൾ കരിഞ്ഞു രാത്രി പകലിനുമെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു സന്യാസിനി പെർഫെക്റ്റ് സെലക്ഷൻ ഓഫ് സോങ്സ് അല്ലേ? ശ്രീ വയലാറിൻ്റെ ദുഃഖഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപിടി മനോഹര ഗാനങ്ങൾ. എത്ര മനോഹരം! മനസ്സിൻ്റെ ശരസാർ മനസ്സിലെന്തോ ഒരു വേദന കോറിയിട്ടതുപോലെ അതിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തോന്നും. കാരണം അവരുടെ ജീവിതത്തിൻ്റെ പല മുഹൂർത്തങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ ഇത് കഴിയും.
വിരഹത്തെ ഇത്രയും മധുരതരമാക്കിയ ഒരു പിതാവിൻ്റെ പുത്രൻ. രണ്ട് പാട്ടിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. സുമംഗലി, കല്യാണം കഴിച്ചവളെ, അതെൻ്റെ അർത്ഥം. നീ ഓർമ്മിക്കുമോ സ്വപ്നത്തെങ്കിലും ഈ ഗാനം. കാമുകൻ്റെ പാട്ടാട്ടോ. ഒരു ഗദ്ഗതമായി വെച്ചാൽ ഇത് തന്നെ ഗദ്ഗതം. മനസ്സിൽ അലിയും ഒരു പ്രേമകഥയിലെ ദുഃഖഗാനം. ഓർക്കാൻ മിക്കവാറും ആർക്കും പറ്റില്ല അല്ലേ? കല്യാണം കഴിച്ചൊരു പെണ്ണിനെ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. കല്യാണം കഴിച്ച ആണുങ്ങൾ പിന്നെയും കള്ളന്മാരാ. ഓർക്കും, ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെ ഓർക്കുന്നൊരു കഥയുണ്ടായിരുന്നു. രണ്ടുപേരും ഉണ്ണിമേനൻ്റെ ഗാനമേള ജയറാമിനെ തൊടണം, അങ്ങനെയായിരുന്നു എൻ്റെ ഭാര്യയുടെ ആഗ്രഹം. പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല. പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയും. അച്ഛൻ എന്നെ ഏറ്റവും കൂടുതൽ പാടിപ്പിച്ച പാട്ടതാണ്. വീട്ടിൽ മദ്രാസിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരോട്ട് ഒരു മേളമുണ്ട് അവിടെ. അമ്മയുടെ ജോലിയാണ് ഈ ദോശ ഉണ്ടാക്കി കൊടുക്കുക എന്ന വലിയ ജോലിയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പാട്ട് എന്നെ കൊണ്ട് ഏത് നേരത്താണെങ്കിൽ ചിലപ്പോൾ 3 മണിക്ക് വെളുപ്പിന് ഒക്കെ എന്നെ തല്ലി എഴുതിപ്പിക്കും. ഒരു പറന്ന് പറയും. അപ്പോൾ ഞാനിത് പാടും. അപ്പം നിറഞ്ഞ മാറിലെ ആദ്യ നഖക്ഷതം മറയ്ക്കുവാനേ കഴിയൂ. അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു അന്ന്. ഈ പാടുമ്പോൾ 12 വയസ്സ്. നിറഞ്ഞ മാറിലെ ആദ്യ നഖക്ഷതം എന്തായിരിക്കും? കാമുകൻ കാമുകി കൊടുത്തത്. അവൾ കല്യാണം കഴിച്ചു പോയി. അത് നിറഞ്ഞ മാറിലെ ആദ്യ നഖക്ഷതം ഭർത്താവിന് മുമ്പിൽ മറയ്ക്കുവാനേ കഴിയൂ കൂന്തലാൽ മുടി കൊണ്ട്. ഇതാരുടെ നഖപ്പാടാണ് എന്ന് ചോദിച്ചാൽ അത് തീർന്നു. അപ്പം ഞാൻ വരി പാടുമ്പം ഒരു പിച്ച് തരും എനിക്കിട്ട്. എനിക്കാണ് ഈ ഒന്നാമത് ആ സമയത്ത് വിളിച്ച് പാടിക്കുന്നു. പിന്നെ ഇതിന് അർത്ഥം അറിയില്ല. അപ്പം ദേഷ്യം ഇരട്ടിക്കുകയാണ്. പക്ഷേ വളർന്നു കഴിഞ്ഞപ്പം ആ പിച്ചൊരു സുഖമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ എനിക്കൊരു കാമുക അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. ഒരു നഖക്ഷതം കൊടുക്കാൻ പറ്റുന്ന ഈ മാറിൽ കയ്യൊപ്പിൻ്റെ അല്ല നഖം കൊണ്ട് കയ്യൊപ്പിടാൻ പറ്റിയാൽ എന്ത് രസമായിരുന്നല്ലേ. പറ്റിയില്ല. അത് സുമംഗലി. അത് പോട്ടെ. സന്യാസിനി അച്ഛൻ 2 കല്യാണം കഴിച്ചു. നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അമ്മയ്ക്ക് മുമ്പ് അമ്മയുടെ ചേച്ചി കല്യാണം കഴിച്ചു. 9 കൊല്ലം ഒരുമിച്ച് താമസിച്ചു. കുഞ്ഞുങ്ങളുണ്ടായില്ല. മുത്തശ്ശിയമ്മ പറഞ്ഞു നടക്കില്ല, വലിയ തലമുറ വേണം. അങ്ങനെ വല്യമ്മയുടെ അനുവാദമില്ലാണ്ട്, കാരണം അമ്മയേക്കാൾ അച്ഛൻ്റെ കവിതകൾ എനിക്കിന്ന് വയലാറായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് അദ്ദേഹം എഴുതുന്ന സമയത്ത് പുറകിൽ നിന്ന് നോക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. എഴുതുമ്പോൾ വെറുതെ ആണെങ്കിലും കാര്യം വേറൊന്നുമല്ല, വല്യമ്മ നോക്കുമായിരുന്നു. അച്ഛൻ എഴുതുമ്പോൾ ഇങ്ങനെ പോയിരുന്നു. അമ്മ അടുത്തേ പോവില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സന്യാസിനിയായിട്ട് വല്യമ്മ പോയി വേറെ കല്യാണം കഴിച്ചില്ല. അവസാനം വരെ സന്യാസിനിയായിട്ട് അവസാനം നമ്മൾ തന്നെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് അടക്കിയതൊക്കെ. അപ്പം സന്യാസിനി എന്നുള്ള പാട്ട് വല്യമ്മയെക്കുറിച്ചാണെന്ന് ഞാൻ ഒരിക്കലും ദൂരദർശനിൽ ഇങ്ങനെ പറഞ്ഞു. ഒരു പരിപാടി വെറുതെ എൻ്റെ നാക്കിന്നുണ്ടായത് കേട്ടോ. അപ്പോൾ വല്യമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രസവിച്ചില്ലെങ്കിലും വയലാറിൻ്റെ മകനെന്ന നിലയിൽ, എൻ്റെ അനിയത്തിയുടെ മകനെന്ന നിലയ്ക്ക് നീ എന്നെ ഓർത്തല്ലോ. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു എൻ്റെ അച്ഛനെ. ഞാൻ കല്യാണം കഴിക്കാണ്ട് അങ്ങേർക്ക് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. സന്യാസിനിയുടെ വല്യമ്മ മരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി സന്യാസിനി എന്നുള്ള പാട്ട് ഇനി ഞാൻ പറയില്ല. കാര്യം ആ സന്യാസിനിയായിരുന്നു ആ വല്യമ്മ മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞൊരു ഫോൺ വന്ന് എനിക്ക് കേട്ടു. അതാണ് ഏറ്റവും വേദന. പിന്നെ സന്യാസിനി മരിച്ചിട്ടില്ല ശരത്തെ, ഞാനിപ്പോഴും കേരളത്തിലൊരു മൂലയ്ക്കുണ്ടെന്ന്. ആരെന്ന് എനിക്കറിയില്ല. വയലാറിനെ ഇഷ്ടപ്പെടുന്നവരോ കല്യാണം കഴിക്കാത്ത ആരാണോ എനിക്കറിയില്ല. ഈ പാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത സെഗ്മെന്റ് നമ്മളെല്ലാം എപ്പോഴും മധുരത്തോടു കൂടി ഓർക്കാൻ കഴിയുന്ന പ്രണയത്തെക്കുറിച്ചാണ്, പ്രണയഗാനങ്ങളെക്കുറിച്ചാണ്, വയലാറിൻ്റെ പ്രണയ സങ്കല്പങ്ങളെക്കുറിച്ചാണ്. ചക്രവാളങ്ങൾ
ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി ശാരദേന്ദു കലച്ചുത്തിനും കനകപാരിജാതമലർത്തൂകും. ശില്പകന്യകകൾ നിന്റെ വീഥികളിൽ രത്നകമ്പളം നീർത്തും. കാമമോഹിനികൾ നിന്നെ എൻ ഹൃദയകാവ്യലോക സഖിയാക്കും. മച്ചകങ്ങളിലെ മഞ്ജുശയ്യയിൽ ലജ്ജ കൊണ്ടു ഞാൻ മൂടും, നിന്നെ മൂടും. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി പാൽക്കടൽ തീരകളിലലക്കിയെടുത്തതിൻ പൂനിലപ്പുടവ തൊടുമ്പോൾ. പാൽക്കടൽ തീരകളിലലക്കിയെടുത്തതിൻ പൂനിലപ്പുടവ തൊടുമ്പോൾ. നീയിൽ തൊടുമ്പോൾ നിന്നെ പ്രണയപരാധീനയാക്കുവാൻ എന്തെന്നില്ലാത്തൊരഭിനിവേശം, അഭിനിവേശം, അഭിനിവേശം. സ്വർഗപുത്രീ നവരാത്രി, സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാം എന്നെ നീ. സ്വർഗപുത്രീ നവരാത്രി. അലിയും ശിലയുടെ കണ്ണു തുറന്നു, കലയും കാലവും കുമ്പിട്ടു. അലിയും ശിലയുടെ കണ്ണു തുറന്നു, കലയും കാലവും കുമ്പിട്ടു. അവളുടെ മഞ്ജീര ശിഞ്ചിതത്തിൽ സൃഷ്ടിസ്ഥിതിലയ താളങ്ങളോതുങ്ങി നിന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശിയെന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു, കൽപ്രതിമയിൽ മാലയിട്ടു. മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വരയിൽ. മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വരയിൽ. നിത്യകാ
സഖി എഴുന്നേൽക്കൂ ഏകാന്ത ജാലകം തുറക്കൂ പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടർന്നു നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടർന്നു നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി പൊന്നരഞ്ഞാണം ഭൂമിക്കു ചാർത്തും പുഴയുടെ കാന്ത പുളിനത്തിൽ നിൻ മൃദുസ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു നിൻ മൃദുസ്മേരത്തിൻ ഇന്ദ്രജാലം കണ്ടു നിത്യവിസ്മയവുമായി ഞാനിറങ്ങി നിത്യവിസ്മയവുമായി ഞാനിറങ്ങി സഖി ഞാനിറങ്ങി കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അഷ്ടമുടിക്കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണ് ഇഷ്ടമാണ് ഓളങ്ങൾ ഓടിവരും നേരം വാരിപ്പുണരുന്നു തീരം വാരി വാരിപ്പുണരുന്നു തീരം മോഹങ്ങൾ തേടി വരും നേരം ദാഹിച്ചു നിൽക്കുന്നു മാനസം എൻ മനസ്സിലും നിൻ മനസ്സിലും ഇന്നാണല്ലോ പൂക്കാലം പൊന്നുപൂക്കാലം അഷ്ടമുടിക്കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണ് ഇഷ്ടമാണ് 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 വടക്കിനി തലത്തിൽ പൂജയെടുപ്പിന് വെളുപ്പാങ്കാലത്ത് ചെന്നപ്പോൾ വടക്കിനി തലത്തിൽ പൂജയെടുപ്പിന് വെളുപ്പാങ്കാലത്ത് കണ്ടപ്പോൾ മുറപ്പെണ്ണേ നിന്റെ പൂകവിട്ടിങ്ങൾ ഞാൻ ഹരിശ്രീ എഴുതിയതോർമ്മയില്ലേ പ്രേമത്തിൻ ഹരിശ്രീ
എവർഗ്രീൻ ക്ലാസിക്സ് അല്ലേ? ശ്രീ വയലാറിൻ്റെ അതിമനോഹരമായ പ്രണയഗാനങ്ങൾ, നമ്മുടെ ഗിഫ്റ്റഡ് ആൻഡ് ടാലൻറ്റഡ് മ്യൂസീഷ്യൻസിൻ്റെ ഒരു അതിഗംഭീര പ്രകടനം, അതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. അതെ അതെ അതെ, പ്രണയഗാനങ്ങളുടെ ഒരു മധുര മഴ തന്നെയായിരുന്നു. ശരത് സാർ, ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് സാറിനെ ഞങ്ങൾക്ക് സ്റ്റേജിൽ ആവശ്യമുണ്ട്, ഒന്ന് വന്നാൽ സഹായമായിരുന്നു. അതെ ഈ വരാൻ പോകുന്ന സെഗ്മെന്റ് സാറിന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് സാറിനോടുള്ള ഈ പ്രണയഗാനത്തെ കുറിച്ചൊന്നും ചോദിക്കല്ലേ. കാര്യം പ്രണയത്തിന് ഓരോരുത്തർക്കും ഓരോ ഡിക്ഷണറി ഉണ്ട്, ഓരോ സർവകലാശാലയുണ്ട്. ഭാര്യയും ഭർത്താവും അടുത്തിരിക്കുന്ന പറഞ്ഞതിന് ഒരു കാര്യമില്ല, എല്ലാവർക്കും ഉണ്ട്. കാര്യം അത് കീറ്റ്സാണോ ഷെല്ലിയാണോ എന്ന് എനിക്കറിയില്ല, പിന്നെ വേർഡ്സ്വർത്താണോ. ഐ ഹോൾഡ് ഇറ്റ് ട്രൂ വാട്ട് എവർ ബിഫോൾ. എന്ത് വീഴ്ച വന്നാലും ഞാൻ സത്യമാണെന്ന് പറയും. ഐ ഫീൽ ഇറ്റ് വെൻ ഐ സോറോ മോസ്റ്റ്. ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് ലവ്ഡ് ആൻഡ് ലോസ്റ്റ് ദാൻ നെവർ ടു ഹാവ് ലവ്ഡ് അറ്റ് ഓൾ. പ്രണയിക്കുക കേട്ടോ, പ്രണയിക്കാണ്ടിരിക്കരുത്. പ്രണയമില്ലെങ്കിൽ ജീവിതം എന്ത് അല്ലേ സാർ? അവിടെ മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ, മേഘമാകും തിരശീല നീങ്ങും രാവിൽ, അഷ്ടപതി അനുരാഗം ഈണത്തിൽ വീണമീട്ടി. മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ, മേഘമാകും തിരശീല നീങ്ങും രാവിൽ, അഷ്ടപതി ഗാനങ്ങൾ
സാറിനോടൊരു അഭ്യർത്ഥനയുണ്ട്. സാർ എഴുതി വെച്ചിരിക്കുന്ന 6-7 കവിതാ പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് പ്രസിദ്ധീകരിക്കാതിരിക്കരുത്. അത് നമ്മുടെ എല്ലാം പൊതുവായ ഒരു അഭ്യർത്ഥനയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പറയണം. അത് തീർച്ചയായും അതുണ്ടാകണം. ഇരുന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലേ. കാര്യം തണുപ്പ് ഈ കാലിനെ ബാധിച്ചു തുടങ്ങി. നിന്നാൽ ചിലപ്പം ബലം അതുകൊണ്ടാണ്. ക്ഷമിക്കുക കേട്ടോ, അഹങ്കാരമല്ല. ഇപ്പം എൻ്റെ പ്രണയഗാനങ്ങൾ പാടി. എനിക്കറിയില്ല ഇപ്പോഴും പ്രണയിക്കാൻ. എൻ്റെ കാമുക ആരാന്ന് എനിക്കറിയില്ല ഇപ്പോഴും. ഇഷ്ടം പോലെയുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് പ്രണയം അറിയാവുന്നവർ ഇത് പഠിപ്പിക്കുക. പഠിക്കാൻ ഞാൻ വിദ്യാർത്ഥിയെ പോലെ മുമ്പ് വന്നിരിക്കുക. ഉറപ്പാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കേട്ടോ. അത് പെണ്ണാണെങ്കിൽ സന്തോഷം. കാര്യം അതേ അവർക്ക് അറിയുള്ളൂ പ്രണയം എന്താണെന്ന്. കാര്യം അവരാണ് പ്രണയത്തിൻ്റെ വസന്തം, അവരാണ് പ്രണയത്തിൻ്റെ ഗ്രീഷ്മം, വേനൽക്കാലം, അവരാണ് പ്രണയത്തിൻ്റെ വർഷകാലം, അവരാണ് പ്രണയത്തിൻ്റെ ശരത്കാലം, ആലസ്യകാലം, അവരാണ് പ്രണയത്തിൻ്റെ വിളവിൻ്റെ ഹേമന്തകാലം, അവരാണ് ഇല കൊഴിയുന്ന മഞ്ഞുകാലം. ഇത് കണ്ടാണ് പുരുഷൻ്റെ വളർച്ച. അപ്പം അതുകൊണ്ട് പ്രണയം ഞാനിങ്ങനെ എഴുതി, ഇത്രയേ ഉള്ളൂ. അത് വയലാറിൻ്റെ ഒരു സ്വാധീനമായിരിക്കാം. പിന്നെ ചില നിർബന്ധ ബുദ്ധി. പകലൊന്ന് മാഞ്ഞ വീഥിയിലെ കുഞ്ഞുതാമരെ ഒന്ന് ഓർത്ത് നോക്കിയോ, എന്ത് സങ്കടം ഉണ്ടാവുമല്ലേ താമരയ്ക്ക്. സൂര്യൻ പോയി, അപ്പം വിളവ് നിൽക്കുക, പിന്നെ അത് നിർത്തിയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ വരെ നോക്കി നിൽക്കണം. ആ നോക്കി നിൽക്കാനുള്ളൊരു രാത്രി കഴിക്കാൻ ഒരു പെണ്ണ് എങ്ങനെയാണ് പ്രണയിക്കുന്നത്? പെണ്ണിനെ പറയാൻ പറ്റുള്ളൂ, ആണല്ല. ആണ് പോയിരണ്ടെണ്ണം കടിച്ച് എവിടെയെങ്കിലും കിടക്കും. അപ്പോൾ അതുകൊണ്ട് പ്രണയം പഠിപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ വിദ്യാർത്ഥിയാകാം. കാര്യം തീരില്ല. എത്ര വായിച്ച് തീരാത്ത കൃതിയാണ് പ്രകൃതി. ആ പ്രകൃതിയാണ് പെണ്ണ്. We are almost coming to an end of the session. But before that, we would like to introduce the musicians and singers. On the flute, we have Ananda Bhadran. On keyboard, Emmanuel. Violin, Shyam Krishnan. And percussion, Vinod Navadhara. And the vocalists, our own Ramji, Anupama, Girish and Deepak. Concept and direction, Dr. Baburaj and Sri Kumar. Now I welcome Secretary Sriram Pillai to say a few words. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗദമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. What an entrance I am getting here to say the vote of thanks. I think, first of all, I'd like to thank you, lovely audience. It's because of you that, we try and put all the effort that we can to make this show a great success. We hope you enjoyed it. So I would like to thank you on behalf of Kala UK. Thank you from the bottom of my heart. I'm not getting the words out here, but I also like that you've been really involved, and I don't have any other words to say, but thank you. The next person I would like to thank here is our chief guest, Sri Vailar Sarath Chandra Varma, for traveling all the way from Kerala to spend time with us. He actively got involved, had some lovely conversations. So thank you very much, sir, for coming over and entertaining us. I'd also like to now thank the special guests who joined us. So Dr. Jacob Punnus, ex-DGP. Thank you, sir.
Dr. Mohandas, who's an ex-actor, I would say. I don't know, do you still act, sir? Okay, so thank you very much. And also Mr. Ramachandran and family who were here now. He owns Bristol Lab, who sponsor the Kala Puraskaram Award that we give every year to our award winner. Last but not least, actually it's not last, yeah. So volunteers of Kala, I think I don't want to name because I don't want to take up a lot of time. Most of the Kala members have actually really helped us, they volunteered, tirelessly worked for helping us in all aspects of the program. You may have seen from the ticketing outside there with the registration desk, food arrangements, serving, parking, decorating, backstage helpers. I think we had people like Govindan and Prajesh, and also a couple of youth who helped us here. So thank you to all those people who actually helped tirelessly to make this a success. Next, I would like to thank Sunil, and he was ably supported by Rishi up there, the light and sound team. Thank you. I think this was a wonderful show that you put together. Along with that, let me thank the Berkhamsted School, who have actually given us these premises for our exclusive use for this annual. Just to call out a few names from the school, their team, Tommy and Olivia, who are here today, thank you very much. Elle, who helped us last week, Mark, who's just come this morning. He wasn't supposed to be working, he still helped us, and Darren, who is a commercial manager. So thanks to the Berkhamsted team. Next, I would like to thank everybody who helped us with the rehearsals, because you've seen the production, the quality of the production. It doesn't come easy. There were a lot of rehearsals that went behind this. So I'd like to thank everybody who actually helped. So the bookings for all the rehearsals were done by our convener. So thanks to Praveen on that one. I've got a few more and I'll be done. So I'm going to make this quick. The youth coordinators, I hope you enjoyed that youth play that you had just before lunch. So I want to thank Ashish and Niharika for that. And the actors, and I would say also the parents, because they were the ones who brought the children every weekend when we had the practice. So thank you, and they helped with the logistics as well. You saw they were running around. So just a special call out to Rashmi, Sumati, and Shobha Arun, who really helped that youth team. Next, I would like to thank Dr. Babu Raj. Can you please come up? Please. Because he's the one who is the mastermind behind this show that you've just enjoyed. He loves his songs, and I think you should see his face as well. So, please. I was trying to hide myself. Thank you all for the show. Thank you all the singers and orchestra. It was a very difficult thing getting all the singers and orchestra team, but they did a magnificent job. Hats off to them. Thank you. Yeah, so we're not done. There's one more song after this. We have the Kala singers, their names were called out, and also our orchestra. So Vinod, Shyam, Emmanuel, and Apu. Thank you very much. It was actually a last minute that we had to put together because we were expecting to bring a team from Kerala, but we had some issues to bring them over, so we had to put this together in the last minute. So hopefully, we've done a good job here, and thanks to Dr. Baburaj for that. Last but not least, I would like to say a thank you to Ajay, our art secretary, and Asha, his wife, who were the mastermind behind the program that you saw, that you gave a standing ovation. I think that was probably a first for Kala. So, your Arts Club Secretary, Ajay, thank you very much. And that's me, done. I would like to thank in advance the audience that, I'm sure, you will be staying back and helping us clear up this place as well. Thank you. That was a sale pitch from me. Thanks. അടുത്തൊരു ഫൈനൽ സോങ് ഉള്ളത് പറന്ന് 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 എന്നാണ്. അത് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് കൂടെ പാടാമെങ്കിൽ പാടാം. ഈ പാട്ടിന് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 9 കൊല്ലം അച്ഛൻ്റെ കൂടെ ജീവിച്ച വല്യമ്മ ചന്ദ്രമതി കുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് മാറുകയും ഭാരതിയെ, അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അച്ഛനെ. കാര്യം
ചേച്ചി കെട്ടുന്ന ഈ ഇള എന്തിനാ കെട്ടുന്ന പോയിട്ട് ഇളി എണ്ണയൊക്കെ തേച്ചിട്ട് പിന്നെ ഒലിപ്പിച്ച് നടക്കുന്നൊരു വെള്ള ഖദർ ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന കക്ഷിയൊക്കെ കണ്ടാൽ അറപ്പ് തോന്നുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷെ അങ്ങനെ വല്യമ്മ 9 കൊല്ലം കൂടെ താമസിച്ചിട്ട് പോയി. അമ്മയെ കല്യാണം കഴിച്ചു. കല്യാണം നടന്നത് ഗുരുവായൂർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ പാട്ട് അച്ഛൻ എഴുതി ഇതിൻ്റെ മ്യൂസിക് ചെയ്തത് LPR വർമ്മയാണ്, വല്യച്ഛനെ എൻ്റെ സ്ഥാനം കൊണ്ട്. അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി, താലി ചാർത്തലും കഴിഞ്ഞൊരു കാറിലും തിരിച്ചു വരുന്ന വഴി LPR എന്ന വല്യച്ഛൻ പറഞ്ഞു, കുട്ടാ ഞാൻ എഴുതുന്ന പാട്ട് ഒന്ന് ട്യൂൺ ചെയ്തു, ഒന്ന് പാടിക്കോട്ടെ കാറിൽ. അങ്ങനെ പുള്ളി പാടുകയാണ്. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. അമ്മയുടെ മനസ്സിലത് കൊണ്ടത് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ചേച്ചി പ്രസവിച്ച് ചേച്ചിയുടെ പിന്നെ ഭർത്താവായിട്ട് വയലാർ പോവും. ചേച്ചി പ്രസവിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിൽക്കില്ലല്ലോ ഇവിടെ. അല്ല, അന്ന് അമ്മ പറയുകയാണ് ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു ബന്ധം എനിക്ക് കിട്ടി. പറന്ന് പറന്ന് പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ എനിക്ക് കൂട് കൂട്ടേണ്ടി വന്നു. അത്രേ ഉള്ളൂ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. കിലുകിലുങ്ങനെ രാക്കിളികൾ വളകിലുക്കിയ കാലം, കിലുകിലുങ്ങനെ രാക്കിളികൾ വളകിലുക്കിയ കാലം, കുലുകുലുങ്ങനെ കാട്ടുപൂക്കൾ ചിരിയൊരുക്കിയ കാലം. പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. ജാലകങ്ങൾ നീ തുറന്നു ഞാനതിന്റെ കീഴിൽ നിന്നു. ജാലകങ്ങൾ നീ തുറന്നു ഞാനതിന്റെ കീഴിൽ നിന്നു. പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി, പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. സങ്കൽപ്പങ്ങളെ ചന്ദനം ചാലിച്ച മന്ദസ്മേരവുമായി ഈ കിളിവാതിൽക്ക് ഇത്തിരി നേരം നിൽക്കൂ നിൽക്കൂ നീ, നിൽക്കൂ നിൽക്കൂ നീ. ആര് പോരുത്? കണ്ണു
പറഞ്ഞു ഞാൻ, എന്തു പറഞ്ഞു ഞാൻ. ഒരു പരിഭവം വേണ്ട കേട്ടോ. എന്തെങ്കിലും വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ പരിഭവിക്കരുത്. കലയുടെ 28ാം വാർഷിക ദിന പരിപാടികൾ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും തിരിച്ചു വീട്ടിലേക്ക് ശുഭയാത്ര. ചന്ത പിരിയുന്ന നേരം ബന്ധുരേ